ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമുക്ക് ലൈഫ് ഓഫ് പൈ ഡിസ്കസ് ചെയ്യാം. ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റിലെ യാൻ മാർട്ടൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് ലൈഫ് ഓഫ് പൈ എന്നുള്ളത്. ഇത് നിങ്ങൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടിയാണ്, കാരണം ഇത് മൂവിയൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു ലൈഫ് ഓഫ് പൈ എന്നുള്ളത് ഒരു കനേഡിയൻ ഫിലോസഫിക്കൽ നോവലാണ്. യാൻ മാർട്ടിനാണ് ഇത് എഴുതിയിട്ടുള്ളത്. 2001 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിലെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് പിസൈൻ മോളിറ്റർ. ഈ പിസൈൻ മോളിറ്ററാണ് പൈ എന്ന പേരിൽ നമ്മൾ സ്റ്റോറിയിൽ അറിയപ്പെടുന്നത്. പൈ പട്ടേൽ ഒരു ഇന്ത്യൻ ബോയാണ്. പോണ്ടിച്ചേരിയിലാണ് അവൻ്റെ ജനനം. അപ്പോൾ അവൻ്റെ ലൈഫിലുണ്ടാവുന്ന പല സംഭവങ്ങൾ, അവൻ യാത്ര ചെയ്യുന്ന ഒരു കപ്പൽ തകരുകയും അതിന്ന് അവൻ മാത്രം രക്ഷപ്പെടുകയും അങ്ങനെ മാസങ്ങളോളം അവൻ ഒരു ലൈഫ് ബോട്ടിൽ സ്പെൻഡ് ചെയ്ത് അവസാനം രക്ഷപ്പെടുന്നത് ആണ് ഈ ഒരു സ്റ്റോറിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ നോവല് ഒരു മോർ ദാൻ 10 മില്യൺ കോപ്പീസാണ് ലോകം മുഴുവനും ഇത് വിറ്റിട്ടുള്ളത്. അപ്പോൾ അത്രയും അധികം ഡിമാൻഡുള്ള, അല്ലെങ്കിൽ അത്രയും അധികം ആൾക്കാർ വായിച്ചിട്ടുള്ള ഒരു പോപ്പുലറായിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ഈ ഒരു കഥ നടക്കുന്നത് 1960s 1960കളിലാണ് ഇത് നടക്കുന്നത്. ഇതിലെ നറേറ്റർ പൈ തന്നെയാണ്. ഇവൻ്റെ അച്ഛൻ ഒരു സൂ മാനേജറാണ്, പോണ്ടിച്ചേരിയിലുള്ള ഒരു സൂ മാനേജറാണ്. അപ്പോൾ പൈയുടെ ബ്രദറും സൂ മാനേജർ ആകുമ്പോൾ ഈ കുട്ടികൾ എപ്പോഴും ഈ സൂവിൽ ആയിരിക്കും. അവിടുത്തെ ആനിമൽസിനെയൊക്കെ കാണുകയും അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താണ് അവൻ വളർന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് സൂവിലെ അനിമൽസിന് അതിൻ്റെ ആൾക്കാർ അതിനെ അടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ്. അത് ആനിമൽസിനോടൊക്കെ സ്നേഹത്തോടെ പെരുമാറണം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു കുട്ടി ആണ് പൈ. അതിങ്ങനെ അവൻ്റെ ബ്രദറും ഒക്കെ ഈ അനിമൽസിനെ സൂവിൽ അടച്ചിടുന്ന സമയത്ത് അത് കൂടുതൽ ഡേഞ്ചറസ് ആവും എന്നുള്ള കാര്യമൊക്കെ ഇവൻ മനസ്സിലാക്കുകയാണ്. കാരണം ഒരു ടൈഗർ ഒരു ഗോട്ടിനെ പിടിച്ച് തിന്നും. അപ്പോൾ അതിൻ്റെ അഗ്രസീവ് നേച്ചറും ഒക്കെ, ബയോളജിക്കൽ ഫീച്ചേഴ്സും അഗ്രസീവ് നേച്ചറൊക്കെ ഇവൻ അതിനെയൊക്കെ ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ ഇവരുടെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. പക്ഷേ ഒരു 14 വയസ്സൊക്കെ ആയപ്പോൾ ഈ കുട്ടി ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഒക്കെ, ആ മതത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു റിലീജിയൻ ഫോളോ ചെയ്യാൻ ഇവന് താല്പര്യമുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ആ റിലീജിയൻ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇവൻ, ക്രിസ്ത്യാനിറ്റിയും അതുപോലെ തന്നെ ഇസ്ലാം റിലീജിയനൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവൻ്റെ പാരൻസും അതുപോലെ തന്നെ അവരുടെ റിലീജിയസ് മെൻറ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവൻ പറയും, ഇങ്ങനെ മതമല്ല, നമ്മൾ ജസ്റ്റ് വാണ്ട് ടു ലവ് ഗോഡ്, ദൈവത്തെ, ഏത് മതത്തിലാണെങ്കിലും ദൈവത്തെ സ്നേഹിച്ചാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളതാണ് അവൻ. പിന്നെ ചെയ്യുന്നത്, ഓരോ റിലീജിയനിലൂടെയും അവൻ ആ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. സ്പിരിച്വാലിറ്റിയിലും ഓരോ മതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1976 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി എമർജൻസി ഡിക്ലെയർ ചെയ്തു. അപ്പോൾ എമർജൻസി ഡിക്ലെയർ ചെയ്തപ്പോൾ മൊത്തം അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് കാരണം പൈയുടെ അച്ഛൻ എന്ത് തീരുമാനിക്കുകയാണ്, ഹി ഡിസൈഡ് ടു സെൽ ദ സൂ ആൻഡ് എമിഗ്രേറ്റ് വിത്ത് ഹിസ് വൈഫ് ആൻഡ് സൺസ് ടു കാനഡ. ഈ സൂ വിറ്റിട്ട് ഇവർ കാനഡയിലേക്ക് പോവാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ നോവലിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇനി ഈ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1977. ഈ പൈ ആൻഡ് ഫാമിലി അവർ സിം സം എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ഫ്രൈറ്റർ മീൻസ് എല്ലാ ഷിപ്പിൽ, അതായത് സാധനങ്ങളും ഇവരുടെ അനിമൽസും ഒക്കെ ആയിട്ട് ഇവർ പോവാണ് നോർത്ത് അമേരിക്കയിലേക്ക്
ഇവർ പോവാണ്, ആ ഷിപ്പ് അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എ ഫ്യൂ ഡേയ്സ് ഔട്ട് ഓഫ് പോർട്ട് ഫ്രം മാനില ഇവർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവരുടെ അനിമൽസിനെയും ഒക്കെ എടുത്ത് ഇവരെല്ലാവരും ഫാമിലി മൊത്തം ആ ഷിപ്പിൽ കയറുന്നു. അങ്ങനെ മാനില എന്ന സ്ഥലത്തൊന്നും ഷിപ്പ് യാത്രയായി. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും നല്ല ഒരു കൊടുങ്കാറ്റ് വരികയും ഈ കപ്പൽ മുങ്ങുകയും ചെയ്യാണ്. പൈ എസ്കേപ്പ് ചെയ്യും. ഈ പൈ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ ആ ഒരു രക്ഷപ്പെടുന്നത് ഇവൻ അങ്ങനെ രക്ഷപ്പെട്ട ലൈഫ് ബോട്ടിൽ കയറണു. ആ ലൈഫ് ബോട്ടിൽ ഒരു ഹൈന, ഒരു സീബ്ര, ഒരു ഒറാങ്ങുട്ടാൻ, ഇത്രയും അനിമൽസ് അതിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇവൻ കൂടെ കയറിയപ്പോൾ ഇവൻ അതിൽ കാണുന്ന എന്താണ്, ഈ ഹൈന സീബ്രനെ കൊല്ലണു. അതിനുശേഷം ഈ ഒറാങ്ങുട്ടാനെ അതിലൊരു പേര് പറയുന്നുണ്ട്, ഓറഞ്ച് ജ്യൂസ്. അപ്പോൾ ഇത്രയൊക്കെ നടക്കുമ്പോൾ ഒരു ടൈഗറും കൂടെ അതിലുണ്ട്. ആ ടൈഗർ ആ ബോട്ടിൻ്റെ ടാർപോളിനൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ആ ടൈഗറിൻ്റെ പേരാണ് റിച്ചാർഡ് പാർക്കർ. അങ്ങനെ ഈ ഹൈന സീബ്രനെയും ഈ ഒറാങ്ങുട്ടാനെയും കൊല്ലും. അങ്ങനെ ഈ ടൈഗർ ഈ ഹൈനയെയും കൊല്ലും. അപ്പോൾ ഇത് കണ്ട് പേടിച്ചിട്ട് പൈ എന്ത് ചെയ്യും, ഇനി അടുത്തത് പൈനെ ആയിരിക്കും ആ ടൈഗർ പിടിച്ച് തിന്നാൻ പോകുന്നത്. അവനൊരു ഇവൻ്റെ ഈ ലൈഫ് ജാക്കറ്റും അതൊക്കെ വെച്ചിട്ട് ഒരു എന്തുണ്ടാക്കും, ഒരു ചങ്ങാടം ഉണ്ടാക്കും. എന്നിട്ട് അതിലാണ് ഇവൻ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരുന്നിട്ട് ഈ ടൈഗർ ആണെങ്കിൽ വിശന്ന് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് കുറേ ഇതിനെയൊക്കെ പിടിച്ച് തിന്നപ്പോൾ അതിൻ്റെ വിശപ്പ് ഒന്ന് മാറി. പിന്നെ മീനുകളും ഒക്കെ കിട്ടി, അതൊക്കെ തിന്നപ്പോൾ ഈ ടൈഗറിൻ്റെ വിശപ്പ് ഒന്ന് മാറി. അപ്പോൾ അങ്ങനെ റിച്ചാർഡ് പൈ പതുക്കെ ഈ റിച്ചാർഡിനെ അവൻ്റെ രീതിക്ക് കണ്ടീഷൻ ചെയ്യാണ്. എന്ന് വെച്ചാൽ അവൻ്റെ ആ ഒരു സബ്മിസീവ് ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു അഗ്രസീവ് നേച്ചർ മാറ്റി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി. അപ്പോൾ അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ ആ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവൻ ഉണ്ടാക്കിയ ആ റാഫ്റ്റിൽ നിന്നും ഈ ലൈഫ് ബോട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഒരുമിച്ച് ഇവരിങ്ങനെ അതിങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ ബ്ലൈൻഡ് ആവും. ടെമ്പററി ആയിട്ട് അവന് ഒരു ബ്ലൈൻഡ്നെസ് വരും. അങ്ങനെ മീനൊന്നും പിടിക്കാണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ദിവസങ്ങളിൽ ഇവർ ഇതുപോലെ ഒരു ലൈഫ് ബോട്ട് ഇവരുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് വരും. അതിൽ ഒരാൾ ഇതുപോലെ കപ്പൽ മുങ്ങിയിട്ട് രക്ഷപ്പെട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അയാളെ രക്ഷിക്കും. അയാളെ രക്ഷിച്ച് അയാൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അയാൾ ഈ പൈനെ കൊല്ലാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പൈനെ കൊല്ലാനായിട്ട് അയാൾ ശ്രമിച്ചപ്പോൾ അയാളും ബ്ലൈൻഡാണ്. അപ്പോൾ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ റിച്ചാർഡ് പാർക്കർ ടൈഗർ ആ ആളെ കൊല്ലും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോഴൊക്കെ ഈ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൈ അവൻ്റെ ആ ടെമ്പററി ബ്ലൈൻഡ്നെസ്സിൽ നിന്നും റിക്കവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇവരുടെ ബോട്ട് ഇങ്ങനെ നീങ്ങി ഒരു ഐലൻഡിൽ എത്തും. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ആൽഗേസും അങ്ങനെ ഒരു എന്താ പറയുക, ഈ ഈൽ പോലെയൊക്കെ ഉള്ള ഒരുപാട് ജീവികളുള്ള ഒരു ഐലൻഡിൽ ഇവർ എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇവർ ഇങ്ങനെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് രാത്രിയാവുമ്പോൾ ഈ വെള്ളത്തിലുള്ള ഈ ജീവികളൊക്കെ ഈ കാട്ടിലേക്ക് കയറി പോകുന്നതും ഒക്കെ ഇവൻ കാണും. അവിടെയൊക്കെ ഒരു ബ്ലൂ കളറിൽ ഇങ്ങനെ ഒരു പോയ്സൺ വരുന്ന പോലെയൊക്കെ പൈ കാണുകയാണ്. അപ്പോൾ ഇവൻ അസ്യൂം ചെയ്യാണ് ഇതൊരു നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല. അവിടുത്തെ പിന്നെ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ പല്ലും ഈ പൈ ആ ഐലൻഡിൽ നിന്ന് കാണും. അപ്പോൾ ഇത് അവിടുത്തെ എല്ലാ മരങ്ങളുമൊക്കെ ഇങ്ങനെ അപകടമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ അവിടെ നിന്ന്
രക്ഷപ്പെടും. ആ ഐലൻഡിൽ നിന്നും ഇവർ രക്ഷപ്പെടും. അതായത് രക്ഷപ്പെടും മീൻസ് അവിടെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വീണ്ടും ഓഷനിലേക്ക് തന്നെ ഇവരുടെ ഈ ലൈഫ് ബോട്ടിലേക്ക് തന്നെ വരും. അപ്പോഴത്തേക്കും ദിവസങ്ങൾ എത്ര കടന്നുപോയി? 227 ഡേയ്സ്. ഈ ഷിപ്പ് മുങ്ങിയിട്ട് അത്രയും ദിവസങ്ങളായി. അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ഈ ലൈഫ് ബോട്ട് നീങ്ങി എവിടെ എത്തുകയാണ്? മെക്സിക്കോ തീരത്ത് എത്തി. അവിടെ എത്തിയ ഉടനെ ലൈഫ് ബോട്ടിൽ നിന്നും ഈ റിച്ചാർഡ് പാർക്കർ ഇറങ്ങിയിട്ട് അത് തിരിഞ്ഞു നോക്കാതെ കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ പോയപ്പോൾ ഈ പൈക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. കാരണം ഇത്രയും ദിവസം ഒപ്പം ഉണ്ടായിരുന്നതാണ്, ഒരു യാത്ര പോലും പറയാതെ അത് പോയല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതോടെ നോവലിൻ്റെ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇവർ ആ ലൈഫ് ബോട്ടിൽ സ്പെൻഡ് ചെയ്യണു. ഒരു എക്സ്ട്രാ ഒരാളും കൂടി വരുന്നു. അയാൾ ഇവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. ഇവരൊരു ഐലൻഡിലേക്ക് പോണു. അവിടെയും അപകടമുള്ള ഐലൻഡാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവർ മെക്സിക്കോ തീരത്ത് എത്തി. അവിടെ നിന്നാണ് റിച്ചാർഡ് പാർക്കർ അതിൻ്റെ കാട്ടിലേക്ക് പോകുന്നത്. ഇനി തേർഡ് പാർട്ട് ഓഫ് ദ നോവൽ describes a conversation between Pai and 2 officials from the Japanese Ministry of Transport. അപ്പോൾ ഈ മെക്സിക്കോ തീരത്തെത്തിയിട്ട് അവിടെ നിന്ന് ആൾക്കാർ ഈ പൈനെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹോസ്പിറ്റലിലെത്തി അവൻ്റെ ഹെൽത്തൊക്കെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാണ്. അപ്പോഴാണ് ഈ 2 ഒഫീഷ്യൽസ്, അതായത് ഈ കപ്പലിൽ മുങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന 2 ഒഫീഷ്യൽസ് എന്നെ മനസ്സിലാവുകയാണ് ഈ പൈ ഇങ്ങനെ ഹോസ്പിറ്റലിലുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പൈനെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഈ ഒഫീഷ്യൽസ് ഹോസ്പിറ്റലിലേക്ക് വരണം. അപ്പോൾ അവിടെ നിന്ന് അവർ ചോദിക്കുകയാണ് എന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് മുങ്ങിയത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ പൈ അവരുടെ അടുത്ത് ഡീറ്റെയിൽഡായിട്ട് ആ സംഭവങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ പക്ഷേ ഈ സംഭവങ്ങൾ ഇവൻ പറയുന്ന കഥ കേട്ടപ്പോൾ ഈ ഒഫീഷ്യൽസിന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരത് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ പൈ എന്ത് ചെയ്യാണ്? അവർക്ക് അടുത്ത ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? ഈ ലൈഫ് ബോട്ടിൽ കയറുമ്പോൾ അനിമൽസ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അനിമൽസിന് പകരം അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? ഒരു തായ്വാനീസ് സെയിലർ ഉണ്ടായിരുന്നു, വിത്ത് ബ്രോക്കൺ ലെഗ്, കാല് മുറിഞ്ഞിട്ടുള്ള ഒരു സെയിലർ, പിന്നെ ആ ഷിപ്പിൻ്റെ കുക്ക്, പിന്നെ ഇവൻ്റെ അമ്മ. ഇത്രയും പേരാണ് ആ ലൈഫ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുക്ക് സെയിലർ കുറച്ച് നാൾ, ഈ തായ്വാനീസ് സെയിലർ ഉണ്ടല്ലോ, അയാൾ മരിക്കും. അയാൾ മരിച്ചപ്പോൾ പിന്നെ ഈ കുക്ക്, അമ്മ, പൈ, ഇത്രയും പേരാണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പൈ ഇങ്ങനെ ഇവർക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരു ടേർട്ടിലിനെ പിടിക്കാൻ പറയും ഈ കുക്ക്. അപ്പോൾ അത് ഇവന് കിട്ടില്ല, പിടിക്കാൻ പറ്റാത്തായപ്പോൾ ഈ കുക്ക് എന്ത് ചെയ്യും? ഇവനെ അടിക്കുന്ന കണ്ടപ്പോൾ അമ്മ ആ കുക്കിനെ അടിക്കും. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റാവും. അമ്മയും ഈ കുക്കും തമ്മിൽ വലിയൊരു ഫൈറ്റാവും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പൈ എന്ത് ചെയ്യും? ആ ഫൈറ്റിൽ ദ കുക്ക് കിൽസ് പൈസ് മദർ. പൈയുടെ അമ്മയെ ആ കുക്ക് കൊല്ലും. അപ്പോൾ അതിനുശേഷം പൈ ആ ദേഷ്യത്തിൽ ഈ കുക്കിനെ കൊല്ലുകയാണ്. അപ്പോൾ ഈ ഒരു കഥ അവരുടെ അടുത്ത് പറയും. ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അവരുടെ ഈ കഥയിലെ ആ ഒരു പാരലൽസ് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യും. മീൻസ് അതിനെക്കുറിച്ച് കൂടുതൽ ഇവർ ഒരു അനാലിസിസ് ഒക്കെ നടത്തും. എന്നിട്ട് അവർ എന്ത് കൺക്ലൂഷനിലെത്തുകയാണ്? ദ ഹൈന സിംബലൈസസ് ദ കുക്ക്. നേരത്തെ ആ ഒരു ലൈഫ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ഹൈനയല്ലേ. അപ്പോൾ ഹൈനയുണ്ട്, സീബ്രയുണ്ട്, ഒറാങ്ങുട്ടാനുണ്ട്. അപ്പോൾ ഹൈന കുക്കായിട്ട് സിംബലൈസ് ചെയ്യണു, സീബ്ര സെയിലർ ആയിരിക്കാം, ഒറാങ്ങുട്ടാനാണ് പൈയുടെ മദർ, ആൻഡ് ദ ടൈഗർ റെപ്രസെൻറ്റ്സ് പൈ എന്നുള്ള രീതിയിൽ അവർ അതിനെ എന്ത് ചെയ്യും? ആ ഒരു സ്റ്റോറി രണ്ടും വെച്ചിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്. And Pai points out that neither story can be proven and neither explains that cause of the shipwreck. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷിപ്പ് തകർന്നത് എന്നുള്ളത് പൈ 2 സ്റ്റോറിയിലും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നില്ല.
എന്നിട്ട് ഇവൻ ചോദിക്കും ഏത് സ്റ്റോറിയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യണത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ആനിമൽസ് ഉള്ള സ്റ്റോറിയാണോ ആനിമൽസ് ഇല്ലാത്ത സ്റ്റോറിയാണോ നിങ്ങൾക്ക് ബിലീവബിൾ ആയിട്ട് തോന്നിയത് എന്ന് പറയുന്നു. അപ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്ക് അനിമൽസ് ഉള്ള സ്റ്റോറിയാണ് എന്ന് പറയാണ്. അങ്ങനെ അവർ ഈ സ്റ്റോറി മനസ്സിലാക്കിയിട്ട് അവരവിടെ നിന്ന് പോകണു. പായി അവരോടൊക്കെ താങ്ക്സ് പറയുന്നു. ആൻഡ് ദ ഇൻവെസ്റ്റിഗേറ്റ് ദെൻ ലീവ് ആൻഡ് ഫയൽ എ റിപ്പോർട്ട്. അവർ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാണ്. എന്നിട്ട് അവർ ഏതിൽ വിശ്വസിച്ചതായിട്ടാണ് ആ റിപ്പോർട്ട് വരുന്നത്, ഇവൻ ആദ്യം പറഞ്ഞ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ അതിൽ അവർ വിശ്വസിച്ചതായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ഇത്രയാണ് ലൈഫ് ഓഫ് പൈ എന്നുള്ള ഒരു സ്റ്റോറി. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനതിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.